നിയോഗത്താലി പതിവില്ലാതെ കുറെ അധികം നേരം കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെയാണ് ആര്യൻ ഉറക്കമുണർന്നത്. അതിന്റെ കൂടെ തൊട്ടടുത്ത് അഥർവിനെയോ അവന്റെ അമ്മൂമ്മയോ ആരെയും കാണാതായതോടെ ആ കുഞ്ഞുമനസ്സ് വല്ലാതെ പേടിച്ചു. അവന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ശ്രീനന്ദ ഓടി അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണ് തിരുമിക്കരയുന്ന ആര്യനെയാണ്. അവൾക്ക് വല്ലാത്തൊരുതരം അലിവ് തോന്നിപ്പോയി അവനോട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏകദേശം അവന്റെ ഈ പ്രായമുള്ളപ്പോഴാണ് അവൾക്കും അമ്മയെ നഷ്ടമാകുന്നത്. അമ്മയില്ലാതെ വളർന്ന ദിനങ്ങൾ മനസ്സിലേക്ക് ഓടിവന്നെത്തിയതും അവൾക്ക് ആര്യനോട് സ്നേഹം തോന്നിപ്പോയി. അവൾ പതിയെ കൈ നീട്ടിയെടുക്കുവാനായി ആര്യന്റെ അരികിലേക്ക് കയറി ചെന്നതും അവന്റെ കരച്ചിലിന്റെ ശബ്ദം വീണ്ടും കൂടി. നിങ്ങൾ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? പോ, ഇറങ്ങിപ്പോ. അമ്മുമ്മ എവിടെ? അമ്മുമ്മേ! ആര്യൻ ഉറക്കെ വിളിച്ചു. അതേസമയം മാധവൻ കുളി കഴിഞ്ഞിറങ്ങി റൂമിലേക്ക് വന്നപ്പോ ഇന്ദിരയെ റൂമിലേക്ക് വിളിച്ചത് കാരണം അവർ ആര്യന്റെ വിളിയും കരച്ചിലും ഒന്നും തന്നെ കേട്ടിരുന്നില്ല. മോനെ വാ, അമ്മുമ്മ താഴെയുണ്ട്. ആന്റി, മോനെ അമ്മുമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ശ്രീനന്ദ പറഞ്ഞുകൊണ്ട് അവനെ എടുക്കുവാനായി അവന്റെ അടുത്തേക്ക് ചെന്നു. കൈ നീട്ടുന്ന ഓരോ നിമിഷവും അവൻ കൂടുതൽ പിന്നോട്ട് വലിയാൻ തുടങ്ങി. അതിനനുസരിച്ച് അവൾ മുന്നിലേക്ക് ചെന്നതോടെ അവൻ കട്ടിലിലിരുന്ന സൈഡ് ടേബിളിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് ശ്രീനന്ദയ്ക്ക് നേരെ എറിയാൻ തുടങ്ങി. പോ, നിന്നെ എനിക്കറിയത്തില്ല, നീ പോ. കയ്യിലെ പേപ്പർ വെയിറ്റ് ഇപ്പോൾ എറിയുമെന്ന മട്ടിൽ നിന്നുകൊണ്ട് ആര്യൻ പറഞ്ഞതോടെ പെട്ടെന്ന് പേടിയോടെ ശ്രീനന്ദ ആര്യനെ നോക്കിക്കൊണ്ട് തന്നെ പിന്നിലേക്ക് നീങ്ങി. പെട്ടെന്നായിരുന്നു ആരുമായോ അവൾ കൂട്ടിയിടിച്ചത്. പുറകോട്ട് നോക്കാതെ നടന്നതുകൊണ്ട് തന്നെ അതാരാണെന്ന് അറിയുവാനായി മുഖം തിരിച്ച ശ്രീനന്ദയുടെ മിഴികൾ പിടഞ്ഞു. അത്രയും അടുത്ത് അഥർവിനെ കണ്ടതും അവളുടെ വെപ്രാളം കൂടി. എന്താ ശ്രീനന്ദേ? അഥർവ് ചോദിച്ചപ്പോ അവൾ നിന്നു വിക്കി. അത് ഞാൻ റൂമിൽ നിന്നപ്പോ മോൻ കരയുന്ന കേട്ടു. ഞാൻ എടുക്കാൻ ശ്രമിച്ചപ്പോ സമ്മതിച്ചില്ല. സാരമില്ല, ഞാൻ എടുത്തോളാം അവനെ. ആര്യൻ വാ, അച്ഛനെടുക്കാം. അഥർവ് വിളിച്ചപ്പോ ആര്യനൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അഥർവിന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അത്രയും നേരം കരഞ്ഞു വിളിച്ചു നിന്ന കുഞ്ഞ് എത്ര പെട്ടെന്ന് ശാന്തമായതെന്ന് ഒരത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിന്നുകൊണ്ട് ശ്രീനന്ദ പതിയെ മുറിക്ക് പുറത്തേക്കിറങ്ങി. അഥർവ് അപ്പോഴേക്കും ആര്യനെ കയ്യിലെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിരുന്നു. ആര്യൻ, അച്ഛൻ പറഞ്ഞിട്ടില്ലേ ആരെയും ഉപദ്രവിക്കരുതെന്ന്? വളരെ സ്നേഹത്തോടെ അഥർവ് ആര്യനോട് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛാ, ഒരു കൊഞ്ചലോടെ അഥർവിനെ നോക്കി പറഞ്ഞ ശേഷം വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി ആര്യൻ. എന്നിട്ട് ആ ആന്റിയെ പേപ്പർ വെയിറ്റ് എടുത്ത് എറിയാൻ പോയത് എന്തിനാ? അഥർവിന്റെ ആ ചോദ്യം കേട്ടതും ആര്യൻ ഒന്നും മിണ്ടിയില്ല. എന്തിനാച്ചാ ആ ആന്റി നമ്മുടെ വീട്ടിൽ വന്നത്? ആ ആന്റിക്ക് വീടില്ലേ? കാര്യമായിട്ടാണ് അർജുൻ ചോദിക്കുന്നത്. പക്ഷെ ഒരു നിമിഷം അവന്റെ ചോദ്യത്തിന് എന്തു മറുപടി നൽകണമെന്നറിയാതെ പകച്ചിരുന്നു പോയി അഥർവ്. ആര്യൻ, അച്ഛനൊരു കാര്യം പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കാവോ? അഥർവ് ചോദിച്ചപ്പോ അല്പനേരം ആലോചനയോടെ ഇരുന്നിട്ട് മെല്ലെ തലകുലുക്കി ആര്യൻ. ആ ആന്റിയെ. അഥർവ് അത്രയേ പറഞ്ഞു തുടങ്ങിയുള്ളൂ. അതേസമയം തന്നെയാണ് ഇന്ദിര വന്ന് അഥർവിന്റെ റൂമിലെ വാതിലിൽ തട്ടിയത്. അഥർ! അകത്തെങ്ങും അഥർവിനെ കാണാതായതോടെ അവർ ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ദാ വരുന്നമ്മേ എന്നു പറഞ്ഞുകൊണ്ട് അഥർവ് ആര്യനെയും കയ്യിലെടുത്തുകൊണ്ട് ഇന്ദിരയ്ക്കടുത്തേക്ക് ചെന്നു. ആര്യൻകുട്ടാ, മോനിന്നൊന്നും കഴിച്ചില്ലല്ലോ ഉച്ചയ്ക്ക് ശേഷം. വാ, അച്ഛമ്മ ആഹാരം തരാം. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര ആര്യൻ നേർക്ക് കൈനീട്ടി. അഥർവിന്റെ കയ്യിൽ നിന്നും ആര്യൻ ഇന്ദിരയുടെ കയ്യിലേക്ക് ചാഞ്ഞു. അച്ഛമ്മ, ആര്യൻകുട്ടിനു വേണ്ടി നല്ല നെയ്റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്റോസ്റ്റും തേങ്ങാ ചട്നിയും മോനിഷ്ടമല്ലേ? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടാ. കിലുകിലെ ചിരിച്ച് തല കുലുക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു. എങ്കി വാ, നമുക്ക് കഴിക്കാം. ആര്യൻ ഇന്ദിരയ്ക്കൊപ്പം താഴേക്ക് പോയതോടെ അഥർവ് വീണ്ടും ആലോചനകളിൽ മുഴുകിയിരുന്നു. അഥർവിനറിയാമായിരുന്നു ഒരിക്കലും ശ്രീനന്ദയെ അംഗീകരിക്കാൻ ആര്യന് കഴിയില്ലെന്ന്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനൊരു വിവാഹത്തിന് താൻ സമ്മതം മൂളിയപ്പോ അതിനൊക്കെയുള്ള വഴികൾ കൂടി മുൻപേ കണ്ടുപിടിക്കണമായിരുന്നു. അവൻ സ്വയം കുറ്റപ്പെടുത്തി. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അവൻ മനസ്സിൽ പറഞ്ഞു. അതേസമയം ആര്യൻ ഇന്ദിര മുറിച്ച് കഷ്ണങ്ങളാക്കി കൊടുത്ത ദോശ ചട്നിയിൽ മുക്കി കഴിക്കുകയാണ്. ഇഷ്ടായോ ആര്യൻകുട്ടിന്? ഇന്ദിര ചോദിച്ചു.
ഇടങ്കൈ കൊണ്ട് സൂപ്പറെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ആര്യൻ വീണ്ടും ദോശ മുറിച്ച് വായിലേക്ക് വെച്ചു. കുറേയേറെ സമയം കഴിഞ്ഞിട്ടും ശ്രീനന്ദ വിളിക്കാതായതോടെ പാർവതി അവൾ മുമ്പ് വിളിച്ച നമ്പറിലേക്ക് തിരികെ വിളിച്ചു. അതേസമയം ഫോൺ ഇന്ദിരയ്ക്ക് മടക്കി നൽകിയിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ റൂമിലിരുന്ന് ഫോൺ ബെല്ലടിച്ചപ്പോ ശ്രീനന്ദ വെറുതെ അതാരാണെന്നറിയുവാനായി ഫോൺ കയ്യെത്തിച്ചെടുത്തു നോക്കി. പാർവതിയുടെ നമ്പർ കണ്ടതും അവൾ അതീവ താല്പര്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. ഇന്ദിരയുടെ ഫോണിന്റെ ലോക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ശ്രീനന്ദയ്ക്ക് പാർവതിയെ തിരിച്ചു വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് പാർവതിയുടെ കോള് ശ്രീനന്ദയെ തേടിയെത്തിയത്. നീ എന്താ ശ്രീ വെച്ചിട്ട് പോയത്? അത് പാറു, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന നേരത്ത് ഇവിടുത്തെ കുട്ടി ഉണർന്നു. അത് കരയുന്ന കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് പോയി നോക്കാൻ വേണ്ടി കോൾ വെച്ചതാ. കുട്ടിയെന്ന് പറയുമ്പോ അയാളുടെ കുട്ടിയല്ലേ? അതെ. പാർവതിയുടെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ശ്രീനന്ദ മറുപടി നൽകി. അയാളുടെ ആദ്യ ഭാര്യ എവിടെ പോയതാ? മരിച്ചുപോയതാണോ? അതിർവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ പാർവതിക്ക് അതൊക്കെ അറിയാൻ നേരിയ ആകാംക്ഷയുണ്ടായിരുന്നു. അറിയില്ല പാറു, എനിക്ക് തോന്നുന്നു മരിച്ചു പോയിട്ടില്ലെന്ന്. പക്ഷെ അവരിവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോയത്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. ഇവിടുത്തെ അമ്മ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാന്ന് പറഞ്ഞു. പിന്നെ വന്ന ദിവസം തന്നെ അതൊക്കെ ചോദിക്കുന്നത് മര്യാദയാണോ? അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. നോക്കൂ ശ്രീ, അയാൾ നിന്നെ അവിടേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം നിനക്കുണ്ട്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് നിന്റെ അമ്മായിയുടെ മുമ്പിൽ പതുങ്ങി പൂച്ചയെപ്പോലെ ഇരുന്നതുപോലെ ഇവിടെ നിൽക്കരുത് കേട്ടോ. നീയൊരു പാവമാണെന്ന് കണ്ടാല് എല്ലാരും നിന്റെ തലയിൽ കൂടി കയറി നിരങ്ങും. അത്രയും പറഞ്ഞിട്ടും ശ്രീനന്ദ മൗനമായി നിന്നപ്പോ ഒരു നിമിഷം പാർവതിക്കും എന്തു പറയണോന്നറിയാതെ നീ. നോക്കു ശ്രീ, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പാർവതി വീണ്ടും ചോദിച്ചു. ഊവ്, മനസ്സിലാകുന്നുണ്ട്. ആ, മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇവരും നിന്നെ പന്ത് തട്ടും പോലെ എടുത്ത് തട്ടും. പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നടക്കേണ്ടി വരും. അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. എന്തായാലും അയാൾ നിന്നെ വിവാഹം കഴിച്ചു. അപ്പോ അവരുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്താ നടന്നതെന്നൊക്കെ നീ അന്വേഷിക്കണം, അറിയണം. അയാളുടെ തെറ്റുകൊണ്ടല്ല ഭാര്യയുമായി അയാൾ ബന്ധം പിരിഞ്ഞതെങ്കിൽ ചിലപ്പോൾ അയാൾ നല്ലൊരാളായിരിക്കും. അതെല്ലാം മറിച്ചാണെങ്കിൽ നീ കുറച്ചുകൂടി കരുതലോടെ മുൻപോട്ട് പോകണം. പാർവതി അവളേക്കാൾ മുതിർന്ന ഒരാളെ പോലെ ശ്രീനന്ദയെ ഉപദേശിച്ചു. പാർവതി പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും ശ്രീനന്ദയ്ക്ക് അറിയാമായിരുന്നു അഥർവിന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. ഞാൻ ഇവിടുത്തെ അമ്മയോട് ചോദിക്കാം എന്താ പറ്റിയെന്ന്. അതിനു മറുപടിയായി പാർവതി ഒന്നും മൂളി. നീ ആഹാരമൊക്കെ കഴിച്ചോ? ഇല്ല, വൈകിട്ട് ചായ കുടിച്ചു. ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. വെറുതെ കരഞ്ഞു വിളിച്ചോണ്ടി ഇരിക്കരുത്. ഇല്ല. പിന്നെ അറിയാലോ, അടുത്ത സെമസ്റ്റർ എക്സാമിന് അധികം ദിവസമില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവൻ പഠിക്കണം. പിന്നെ ഇവിടെ എന്തായാലും നിന്റെ അമ്മായിയെപ്പോലെ നീ പഠിക്കാൻ പോകുമ്പോ നിന്നോട് ഓരോ ജോലികളൊന്നും ചെയ്യാൻ ഇവർ പറയില്ലായിരിക്കും അല്ലേ? ഏയ്, അങ്ങനൊന്നും പറയും തോന്നില്ല പാറു. ഇവിടെ സഹായത്തിനൊരു ചേച്ചിയുണ്ട്. അതിനു മറുപടിയായി പാർവതി ഒന്ന് മൂളിയതേ ഉള്ളൂ. ശ്രീ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അല്പം മുഖവരിയോടെ പാർവതി എന്തോ പറയാൻ തുടങ്ങിയപ്പോ ശ്രീനന്ദയ്ക്ക് തോന്നി അത്രമേൽ കാര്യമുള്ള എന്തോ ആണ് അവൾ പറയാൻ പോകുന്നതെന്ന്. അല്ലെങ്കിൽ ഇത്ര നേരവും നെല്ലിക്കച്ചാക്കിന്റെ കുത്തഴിച്ചു വിട്ട പോലെ സംസാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്തവൾ ഇത്ര പെട്ടെന്ന് സൈലന്റ് ആവില്ല. അല്പം മുൻപാണ് പ്രവീണേട്ടൻ നിന്റെ വിവാഹം കഴിഞ്ഞ വിവരം അറിയുന്നേ. നിന്നെ കണ്ടുമുട്ടിയ നാൾ തൊട്ട് നിന്നെക്കുറിച്ച് ഞാൻ ഈ വീട്ടിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടന് നിന്നോടെന്തോ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. പെട്ടെന്ന് പാർവതിയുടെ വായിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും വല്ലാതായിപ്പോയി ശ്രീനന്ദ. ഒന്ന് രണ്ട് പ്രാവശ്യം പാർവതിയെ കോളേജിൽ കൊണ്ടുവിടാനൊക്കെ അവളുടെ ഏട്ടൻ വന്നിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ പാർവതിയുടെ ബർത്ത്ഡേക്ക് അവളുടെ വീട്ടിൽ പോയപ്പോ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അന്നൊക്കെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയുമായിരുന്നു അവളുടെ ഏട്ടൻ സംസാരിച്ചത്. പാർവതി പറഞ്ഞപ്പോ ശ്രീനന്ദയുടെ മനസ്സിൽ പ്രവീണിനെ മുൻപ് കണ്ട നിമിഷങ്ങളെല്ലാം ഒരു തിരശീലയിൽ എന്നതുപോലെ മിന്നി മാഞ്ഞുപോയി. പക്ഷെ പാറു, ഞാനൊരിക്കലും നിന്റെ ഏട്ടനെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. ശ്രീനന്ദ തന്റെ പാകം പറയാൻ ശ്രമിച്ചു. നീ പോ ശ്രീ. ഏട്ടൻ ഇത് മുൻപ് ഒരിക്കലെങ്കിലും എന്നോട് സൂചിപ്പിച്ചിരുന്നെങ്കിൽ
നിന്റെ അമ്മായി നിനക്ക് വിവാഹം നോക്കിയപ്പോൾ ഉറപ്പായി ഞാന് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേനെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് എന്തിഷ്ടായിരുന്നു എന്നറിയാമോ, നിന്നെ ഏട്ടന്റെ വധുവായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. പെട്ടെന്ന് പാർവതിയുടെ വായിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോ ശ്രീനന്ദയിൽ വല്ലാത്തൊരു തരിപ്പ് പടർന്നു. നീ എന്തൊക്കെയാ പാറു ഈ പറയുന്നേ? അതേ അതേ ശ്രീ, സമയം ഒരുപാട് താമസിച്ചു പോയി. ഇനി ഒരിക്കലും നടക്കില്ലെന്നൊക്കെ അറിയാം. എങ്കിലും എനിക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നീ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ എന്റെ മനസ്സിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. അത്രയും പറഞ്ഞു നിർത്തിയപ്പോ പാർവതിയുടെ സ്വരം വല്ലാതെ ഇടറിപ്പോയി. പാറു, ഞാൻ ശ്രീനന്ദ വാക്കുകൾക്കായി പരതി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ശ്രീ. എന്റെ മനസ്സിലിരിക്കാത്തോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടനിത് അച്ഛന്റെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ പറഞ്ഞത്. പാർവതിയുടെ വായിൽ നിന്നും വീണ വാക്കുകൾ അത് കേൾക്കെ ശ്രീക്ക് മനസ്സിലായി അവളുടെ ഏട്ടന് തന്നോടുണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ വ്യാപ്തി. അതൊക്കെ പോട്ടെ, നീ നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അല്പനേരത്തിന് ശേഷം പിന്നെയും കുറേയേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം പാർവതി ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ശ്രീനന്ദയുടെ മനസ്സ് പാർവതി പറഞ്ഞ വാക്കുകളിൽ തട്ടിത്തടഞ്ഞ് അങ്ങനെ കിടന്നു. അവളുടെ ഏട്ടന് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും പാർവതിയുടെ ഏട്ടൻ തന്റെയും കൂടി ഏട്ടൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒന്ന് തലവെട്ടിച്ചുകൊണ്ട് ശ്രീനന്ദ ആ ഓർമ്മകളെപ്പോലും മറവിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അതേ സമയം തന്നെയാണ് ഇന്ദിര അവളുടെ വാതിലിൽ വന്ന് നോക്ക് ചെയ്തത്. ശ്രീമോളെ, വാ ആഹാരം കഴിക്കാം. ദാ വരുന്നമ്മേ. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ഇന്ദിരയുടെ ഫോണും കയ്യിലെടുത്ത് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വാ, താഴെ ആഹാരമൊക്കെ റെഡിയാ, നമുക്ക് കഴിക്കാം. ഇന്ദിരയ്ക്കൊപ്പം ശ്രീനന്ദ പടികൾ താഴേക്കിറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു ഡൈനിങ് ഹാളിൽ മാധവനോട് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങുന്ന അഥർവിനെ. ഒരു വേള ശ്രീനന്ദയുടെ കാലിൽ ആരോ പിടിച്ചു കെട്ടിയ പോലെ നിശ്ചലമായി. അത് മനസ്സിലാക്കി ഇന്ദിര അവളെ കൈക്ക് പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്ന് അഥർവിന്റെ തൊട്ടടുത്തുള്ള ചെയറിലിരുത്തി. അത്രയും അടുത്ത് അഥർവിനൊപ്പം ഇരിക്കുന്നതിനാൽ തന്നെ അവൾ മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കണ്ണാലെ അവളുടെ ഈ വെപ്രാളവും പരവേശവും എല്ലാം അഥർവും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ എന്ന് കരുതി അവൻ വേഗം ആഹാരം കഴിച്ചെണീറ്റു. ഇന്ദ്രയും മാധവനും കാണുന്നുണ്ടായിരുന്നു തങ്ങളുടെ മകന്റെ പ്രവൃത്തികൾ. സാധാരണ ആസ്വദിച്ച് ആഹാരം കഴിക്കാനുള്ളവൻ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് പോയതുപോലും ശ്രീനന്ദയ്ക്ക് അവൻ കാരണം ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകണ്ട എന്ന് കരുതിയാണ്. അതവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ആരും കണ്ടില്ലെങ്കിലും ഇന്ദ്രയുടെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി തെന്നി മാറി. ചെറുതെങ്കിലും അഥർവ് അവൾക്ക് നൽകുന്ന ഒരു കരുതലായിട്ടാണ് അവർ അതിനെ കണ്ടത്. അഥർവ് എഴുന്നേറ്റ് പോയെങ്കിലും ശ്രീനന്ദ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിച്ച് അവന് പിന്നാലെ തന്നെ എഴുന്നേറ്റു. മോള് കഴിച്ചു മതിയാക്കിയോ? ഇത്തിരി എന്തോ കഴിച്ചിട്ട് പ്ലേറ്റുമായി അവൾ എഴുന്നേറ്റതോടെ ഇന്ദിര ചോദിച്ചു. മതിയമ്മേ, വിശപ്പില്ല. പിന്നെ അവരും അവളെ കൂടുതൽ നിർബന്ധിക്കുവാൻ പോയില്ല. പുതിയ വീടും പുതിയ സാഹചര്യങ്ങളും അതൊക്കെയായിട്ട് അവളൊന്ന് പൊരുത്തപ്പെട്ടു വരണമല്ലോ എന്ന് ഇന്ദിരയും മനസ്സിൽ ചിന്തിച്ചു. ആഹാരം കഴിച്ച പ്ലേറ്റൊക്കെ അടുക്കളയിൽ പോയി കഴുകി വെച്ച ശേഷം കുറച്ചു സമയം ലിവിംഗ് റൂമിലിരുന്ന് TV കണ്ട് ശ്രീനന്ദ. TV-യിൽ ന്യൂസ് കണ്ടുകൊണ്ടാണ് അവൾ അവിടേക്ക് ഇരുന്നത് പോലും. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഇന്ദിര അവൾക്കരികിലേക്ക് വന്നിരുന്നു. സമയം ഏകദേശം 9 മണിയോട് അടുത്തിരുന്നപ്പോൾ. മോൾക്ക് ഉറങ്ങാറായോ? അവർ ചോദിച്ചതും തല കുലുക്കിക്കൊണ്ട് കിടക്കാൻ പോകാനായി എഴുന്നേറ്റവൾ. മോളെ, ഇന്ദിരയ്ക്കത് അവളോട് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ താനിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും അഥർവിന്റെ ജീവിതത്തിൽ ശ്രീനന്ദയ്ക്കൊരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മോളെ, ഞാൻ നിന്നെ ഒരു റൂമിലാക്കിയില്ലേ? അത് നീ പഠിക്കാനും മറ്റേ ഉപയോഗിച്ചു. പക്ഷെ രാത്രി കിടന്നുറങ്ങുന്നത് അഥർവിന്റെ റൂമിലായിരിക്കണം. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ദിര പറയുമ്പോൾ അറിയാതെ ഒരു വിറയിൽ പടർന്ന് അവളുടെ വിരൽത്തുമ്പ് വരെ എത്തി നിന്നു. അത് തിരിച്ചറിഞ്ഞ പോലെ ഇന്ദിര അവളുടെ കൈകൾ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അമ്മ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് അമ്മയ്ക്കറിയില്ല. പക്ഷെ ഭാര്യ ഉറങ്ങേണ്ടത് ഭർത്താവിനൊപ്പം തന്നെയാണ്. പിന്നെ ആര്യൻകുട്ടന് മോളെ അമ്മയായി കാണാൻ കുറച്ച് സാവകാശം വേണ്ടിവരും. പക്ഷെ പതിയെ ആര്യനും മോളെ അംഗീകരിക്കും. എനിക്കുറപ്പുണ്ട്. ഇന്ദിര കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയിട്ടും ശ്രീനന്ദയ്ക്ക് പെട്ടെന്ന് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
അവൾ നിസ്സഹായതയോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും മനഃപൂർവ്വം ഇന്ദിര ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു. ശ്രീനന്ദയുമായി ഇന്ദിര മുകളിലെ അഥർവിന്റെ റൂമിലേക്ക് പോയി. ദേഹം മുഴുവനും ഒരു വിറയൽ ബാധിച്ചതുകൊണ്ട് തന്നെ ശ്രീനന്ദയ്ക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. വല്ലാത്തൊരുതരം ഭയം അവളെ വന്നു പൊതിഞ്ഞു. കാരണം അറിയാത്തൊരു വെപ്രാളവും പരവേശവും അവളിൽ നിറഞ്ഞു. അഥർവ സമയം ആര്യനെ ബ്രഷ് ചെയ്യിക്കുകയാണ്. ഇന്ദിര അഥർവിന്റെ ഡോറിൽ നോക്ക് ചെയ്ത് അക്ഷമയോടെ കാത്തുനിന്നു. അല്പനേരത്തിനു ശേഷം അഥർവ് വന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഇന്ദിരയെയും അവർക്കൊപ്പം നിൽക്കുന്ന ശ്രീനന്ദയുമാണ്. എന്താമേ? അഥർ, ശ്രീനന്ദ ഇനി മുതൽ നിങ്ങൾക്കൊപ്പം ഈ റൂമിലായിരിക്കും കഴിയാൻ പോകുന്നത്. തീർപ്പ് കൽപ്പിക്കും പോലെ ഇന്ദിര പറഞ്ഞപ്പോ അഥർവിന് തിരിച്ചൊന്നും പറയാനായില്ല. അവൻ ഡോറിന്റെ മുൻപിൽ നിന്നും അല്പം നീങ്ങി നിന്നു. മോൾ അകത്തേക്ക് ചെല്ല്. ഇന്ദിര പറഞ്ഞതോടെ നിവർത്തിയില്ലാതെ ശ്രീനന്ദ അഥർവിന്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കാനാവാതെ മുന്നോട്ട് നടന്നു. എങ്കിൽ ശരി, നിങ്ങൾക്ക് ഇടന്നോളൂ, സമയം ഒരുപാടായില്ലേ. അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര താഴേക്ക് പോയതും അഥർവ് ഡോറടച്ചു. അതേസമയം ബ്രഷ് ചെയ്ത് കിടക്കാൻ റെഡിയായി വന്ന ആര്യൻ ഒരു നിമിഷം ശ്രീനന്ദയെ നോക്കി. റൂമിൽ അവളെ കണ്ടതും കണ്ണു ചുരുക്കി രൂക്ഷമായി അവൻ അവളെ നോക്കി. ശ്രീനന്ദയാണെങ്കിൽ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയ കുട്ടിയെപ്പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ വിരലുകൾ കോർത്തുമഴിച്ചും ഉള്ളിലെ സമ്മർദ്ദം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീനന്ദയുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതും അഥർവ് ആര്യനെയും ശ്രീനന്ദയും മാറി മാറി നോക്കി. ഉറക്കം വരുന്നെങ്കിൽ ശ്രീനന്ദ കിടന്നോളൂ. അഥർവ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആര്യനെ നൈറ്റ് ഡ്രസ് ഇടിയിപ്പിച്ചു. അഥർവ് ആര്യനെ എടുത്തുകൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി. ഉറക്കം വരുന്നില്ല അച്ഛാ, ചെറിയ കൊഞ്ചലോടെ ആര്യൻ പറഞ്ഞു. അത് സാരമില്ല, പകൽ ഒരുപാട് സമയം ഉറങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ ഉറക്കം വരാത്തത്. കുറച്ചുനേരം കിടക്കുമ്പോഴേക്കും തന്നെത്താൻ ഉറക്കം വരും. ആര്യനോടത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഥർവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നോക്കാര്യൻ, അച്ഛനൊരു ഇമ്പോർട്ടന്റ് കോൾ വന്നിട്ടുണ്ട്, മോൻ കിടന്ന് ഉറങ്ങു കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അഥർവ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പയ്യെ ഡോർ ചാരി അവന്റെ ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ശ്രീനന്ദ ബെഡിന്റെ ഓരം ചേർന്നിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആര്യൻ അലറിയത്. പേടിയോടെ ശ്രീനന്ദ ചാടി എണീറ്റു. ആന്റി എന്തിനാ ഇവിടെ കിടക്കുന്നേ? ആന്റിയുടെ വീട്ടിൽ പോ, ഇതെന്റെ അച്ഛന്റെ റൂം മാത്രമാണ്. പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ശ്രീനന്ദയ്ക്ക് അതുപോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ സമയം എല്ലാ സ്ഥലത്തു നിന്നും എപ്പോഴും എല്ലാവരും ആട്ടി ഓടിക്കുന്നു എന്ന ചിന്ത മാത്രമേ അവളുടെ മനസ്സിലേക്ക് വന്നുള്ളൂ. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്നിട്ടും ധൈര്യം സംഭരിച്ചവൾ ആര്യനെ ദയനീയമായി ഒന്ന് നോക്കി. മോന്റെ അച്ഛമ്മ പറഞ്ഞല്ലോ ആന്റിയോട് ഈ റൂമിൽ കിടന്നോളാൻ. പിന്നെ അച്ഛനും പറഞ്ഞല്ലോ. ശ്രീനന്ദ വളരെ സൗമ്യമായി പറഞ്ഞ് ആര്യനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ കുട്ടി ആയതുകൊണ്ടാണോ ആര്യൻ അവളുടെ വാക്കുകളൊന്നും ചെവിക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. എന്റെ ബെഡിൽ കിടക്കാൻ പറ്റില്ല. ഈ ബെഡ് എനിക്കും എന്റെ അച്ഛനും മാത്രം കിടക്കാനുള്ളതാ. ശ്രീനന്ദ വീണ്ടും ബെഡിലേക്ക് ഇരിക്കാനായി തുടങ്ങിയപ്പോൾ ആര്യൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. ശ്രീനന്ദയുടെ മിഴികൾ ഒരു വേള കഥകിന് നേർക്ക് നീണ്ടു. അഥർവ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൾ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. പക്ഷെ നിരാശയായിരുന്നു ബലം. അല്പനേരം അവൾ റൂമിലിട്ടിരുന്ന് സോഫയിൽ പോയിരുന്നു. ആ സമയം ആര്യൻ ടാബിൽ വീഡിയോ ഗെയിം കണ്ട് കിടക്കുകയാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങളായി ബാക്കി നിൽക്കുന്ന ഉറക്കം ശ്രീനന്ദയുടെ മിഴികളെ തഴുകി തലോടി കടന്നുപോയപ്പോൾ ഉറക്കം പിടിച്ചു നിർത്താനാവുന്നില്ലെന്ന് കണ്ടതും അവൾ സോഫയിൽ മടക്കി വെച്ചിരുന്ന ബ്ലാങ്കറ്റ് ഒരെണ്ണം നിലത്തേക്ക് ഇട്ടുകൊണ്ട് അതിലേക്ക് കിടന്നു. അതേസമയം ഫോണിൽ വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരുന്നതിനാൽ തന്നെ ആര്യൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ബിസിനസ് കോൾ കഴിഞ്ഞ് തിരികെ റൂമിലേക്ക് കയറി വരുന്ന അഥർവ് കാണുന്ന കാഴ്ച നിലത്തൊരു ബ്ലാങ്കറ്റ് വിരിച്ച് അതിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ശ്രീനന്ദയാണ്. ഒരു വേള അഥർവിന്റെ നോട്ടം ആര്യനിലേക്ക് നീണ്ടു. എന്തുകൊണ്ടോ ആ സമയം ശ്രീനന്ദയോട് വല്ലാത്തൊരുതരം സഹതാപം തോന്നിപ്പോയി അഥർവിന്. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് വേണം കേട്ടോ. സ്വന്തം മിത്ര.